സ്റ്റുഡൻസ്, RCCയുടെ 32ാമത്തെ വീഡിയോ ആണിത്. അപ്പം ഇതിൽ സ്ലാബിൻ്റെ ക്ലാസിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലാബിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം സ്ലാബ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സർഫസാണ്. സ്ലാബിൻ്റെ കനം വളരെ കുറവായിരിക്കും, മാത്രമല്ല അതൊരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ഇത് സാധാരണ കോളം, അതേപോലെ തന്നെ ബീമുകൾ അല്ലെങ്കിൽ ചുമരുകൾ, അതിലൊക്കെയാണ് ഈ ഒരു സ്ലാബ് താങ്ങി നിർത്തുന്നത് അല്ലേ. വീടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മുകളിലെ സ്ലാബ് എന്ത് ചെയ്യും, ചുമരിലാണ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പം വലിയ വലിയ ബിൽഡിംഗ്, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സുകളുള്ള വലിയ വലിയ കോളം കൂടുതലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയാണെങ്കിൽ നമ്മുടെ സ്ലാബ് താങ്ങി നിർത്തുന്നത് ആരാണ്, കോളംസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ സ്ലാബ് എന്ന് പറയുന്നത്. സ്ലാബ് 2 തരത്തിലാണുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ആദ്യത്തേത് 1 വേ സ്ലാബ്, രണ്ടാമത്തേത് 2 വേ സ്ലാബ്. അപ്പം 1 വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സാധാരണ കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തരം സ്ലാബാണ് 1 വേ സ്ലാബ്. പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 1 വേ സ്ലാബ്. അതെന്ന് പറയുന്നത് 2 വിപരീതമായിട്ടുള്ള സപ്പോർട്ടുകളിലാണ് ഈ ഒരു സ്ലാബ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്. 2 വിപരീതമായ സപ്പോർട്ടുകളിലാണ് നമ്മുടെ 1 വേ സ്ലാബ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അതിൽ ബെൻഡിങ്, ഇപ്പോൾ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ സ്ലാബിൽ ബെൻഡിങ് ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ വളഞ്ഞു പോവാം അല്ലേ. ആ ബെൻഡിങ് എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ 1 വേ സ്ലാബിൽ. ഓക്കെ, ഇനി 2 വേ സ്ലാബ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ 2 വേ സ്ലാബ് 4 സപ്പോർട്ടുകളിലാണ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത് 2 വേ സ്ലാബ്. മാത്രമല്ല അതിലെ ബെൻഡിങ് എന്ന് പറയുന്നത് 2 ദിശകളിലാണ് അതിൻ്റെ ബെൻഡിങ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം 1 വേ സ്ലാബ് സാധാരണ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ ബീം, അതായത് ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ബീം ഒരു സൈഡ് ബൈ സൈഡിൽ സപ്പോർട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും, അങ്ങനെയാണ് നമ്മൾ 1 വേ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 വേ സ്ലാബിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പം ആദ്യമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വേ സ്ലാബ് 2 വിപരീതമായ സപ്പോർട്ടുകളിലാണ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും നമുക്ക് ഈ സപ്പോർട്ടുകൾ നോക്കിയിട്ട് ഒരിക്കലും 1 വേ സ്ലാബ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ 4 സൈഡുകളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ലാബുകളും 1 വേ സ്ലാബ് ആവാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മളിപ്പം അതിൻ്റെ ആ സ്ലാബിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എടുക്കുക, അതായത് L/B റേഷ്യോ, ലെങ്ത്ത്, ആ സ്ലാബിൻ്റെ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ വിഡ്ത്തിൻ്റെ റേഷ്യോ എടുക്കുക. അത് 2 കൂടുതലാണെങ്കിൽ അതെന്തായാലും 1 വേ സ്ലാബ് ആയിരിക്കും. അപ്പോൾ 1 വേ സ്ലാബ് തിരിച്ചറിയാൻ നമുക്ക് 2 മെത്തേഡുകളാണുള്ളത്. ഒന്നുകിൽ അത് 2 വിപരീതമായ ദിശകളിൽ അത് സപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കും, താങ്ങി നിർത്തപ്പെട്ടിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് ബൈ വിഡ്ത്ത് റേഷ്യോ 2 കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനത്തെ കേസുകളിൽ, അതായത് 4 സൈഡുകളിലാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ L/B റേഷ്യോ 2 കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞു അത് 1 വേ സ്ലാബാണ്. അപ്പോൾ ആ 1 വേ സ്ലാബിൽ അതിൻ്റെ എല്ലാ ലോഡുകളും ചെറിയ ദിശയിൽ, അതായത് ഷോർട്ട് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ബീമിൻ്റെ ലെങ്ത്തും ഉണ്ട് വിഡ്ത്തും ഉണ്ട്. അതിൽ ചെറിയ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വിഡ്ത്താണല്ലോ, അപ്പോൾ എല്ലാ ലോഡും താങ്ങി നിർത്തുന്നത് വിഡ്ത്തായിരിക്കും 4 സപ്പോർട്ടുകളുള്ള 1 വേ സ്ലാബിന്. ഓക്കെ, അപ്പം ജനറൽ ആയിട്ട് നമുക്ക് 1 വേ സ്ലാബിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? 1 വേ സ്ലാബ് പറഞ്ഞാൽ 2 വിപരീതമായ ദിശകളിൽ സപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കും. അതിലെ ബെൻഡിങ് ഒക്കെ ചെയ്യുന്നത് ഒരു ദിശയിൽ മാത്രമാണ്. രണ്ടാമത്തത് 1 വേ സ്ലാബിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എപ്പോഴും 2 കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്കറിയാനുള്ളത് എപ്പോഴും മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് ലോഡ് എടുക്കുന്ന ദിശയിലാണ് മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കൂ, ഇവിടെ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത കണ്ടോ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ദിശയിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. നോക്കൂ, വൺ വേ സ്ലാബിൻ്റെ ഫിഗർ ഇതാണ് കേട്ടോ. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗർ ഞാൻ നെക്സ്റ്റ് ഫിഗറിൽ കണ്ടോ. ഇതാണ് വൺ വേ സ്ലാബും ടു വേ സ്ലാബും. നോക്കൂ, ഇതിലെ സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഇവിടെ 2 സപ്പോർട്ടുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് വൺ വേ സ്ലാബ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്ത് 4 ദിശയിലും സപ്പോർട്ട് കൊടുത്തിട്ടില്ലേ, അതുകൊണ്ടാണ് അത് ടു വേ സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വൺ വേ സ്ലാബ്, അതായത് 4 സപ്പോർട്ടുകളുള്ള കേസുകളിലും അത് വൺ വേ സ്ലാബ് ആവാറുണ്ട്. അവിടുത്തെ കണ്ടീഷൻ എന്താണ്, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എപ്പോഴും 2നേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പറഞ്ഞു വൺ വേ സ്ലാബ് 2 വിധത്തിലുണ്ട്. 2 ദിശയിൽ വളരെ റെയറായിട്ട് മാത്രമേ 4 സപ്പോർട്ടുകളുള്ള വൺ വേ സ്ലാബ് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നോക്കൂ, 2 ഓപ്പോസിറ്റ് സൈഡിലാണ് സപ്പോർട്ട് ഉള്ളതെങ്കിൽ നമ്മൾ സാധാരണ വൺ വേ സ്ലാബിൽ 2 ഓപ്പോസിറ്റ് സൈഡിലാണ് എന്തുണ്ടാവുക, സപ്പോർട്ടുകൾ ഉണ്ടാവുക. അവിടെ ഇപ്പം ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ആ ലോഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഈ ഒരു ദിശയിലാണ് ലോഡ് എന്തുണ്ടാവുക, കൂടുതലായിട്ട് ഉണ്ടാവുക. When slabs are supported on 2 opposite sides, only loads being carried by the slab in the direction perpendicular to the supporting beam. സപ്പോർട്ടിംഗ് ബീമിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മുഴുവൻ ലോഡും എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പം വൺ വേ സ്ലാബിൻ്റെ 4 സപ്പോർട്ടുകളുണ്ട് എങ്കിൽ എന്തായിരിക്കും, വളരെ ചെറിയ ദിശയിലായിരിക്കും എല്ലാ ലോഡും ക്യാരി ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ ഫെയിലിയർ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫെയിലിയർ. ലോഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് ഫെയിലിയർ ചെയ്യുക. ഇതിപ്പം 2 സപ്പോർട്ടുകളുള്ള വൺ വേ സ്ലാബ്, ഇത് 4 സപ്പോർട്ടുള്ള വൺ വേ സ്ലാബ്. ഓക്കെ, അപ്പം വൺ വേ സ്ലാബ് നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വൺ വേ ബീം ആൻഡ് സ്ലാബ്, അതിനെ വൺ വേ ഫ്ലാറ്റ് സ്ലാബ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വിപരീതമായ ദിശയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിലെ ബെൻഡിങ്ങും ആ സ്ലാബിൽ ഉണ്ടാകുന്ന എല്ലാ ബെൻഡിങ് മൊമെൻറ്റും ഡിഫ്ലക്ഷനും ഒക്കെ ചെറിയ ദിശയിലാണ് റെസിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ 4 സപ്പോർട്ടുള്ള കേസാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്തായിരിക്കും, 2നേക്കാളും കൂടുതലായിരിക്കും. അപ്പം നമ്മൾ അതെന്തായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്, വൺ വേ സ്ലാബായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതാണ് ഒരു വൺ വേ സ്ലാബിൻ്റെ ഫിഗർ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് വൺ വേ സ്ലാബിൻ്റെ ഫിഗർ. ഓക്കെ, ഇനി വൺ വേ ജോയിസ്റ്റ് ഫ്ലോർ സിസ്റ്റം, അതെന്താ പറയുന്നത്, ഇതിന് റിബ്ഡ് സ്ലാബ് എന്നും പറയാറുണ്ട്. ഇവിടെ ഈ ഒരു സ്ലാബ് സപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, താങ്ങി നിർത്തുന്നത് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് റിപ്സോ ജോയിസ്റ്റോ വെച്ചിട്ടാണ്. അതായത് RCC റിപ്സോ ജോയിസ്റ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ വൺ വേ ജോയിസ്റ്റ് ഫ്ലോർ സിസ്റ്റം സപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ റിപ്സ് ഒരു ടാബറിങ് സെക്ഷനാണ്. ടാബറിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വീതിയിൽ വ്യത്യാസം വരുന്നത്. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ വീതിയാണോ ഇവിടുത്തെ വീതി, അല്ലല്ലോ കുറച്ചുകൂടെ വീതി കൂടി അല്ലേ, അങ്ങനത്തെ സെക്ഷനാണ് ടാബറിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാബേർഡ് ആയിട്ടുള്ള സെക്ഷനാണ് റിപ്സ്. അതെപ്പോഴും യൂണിഫോം ആയിട്ട് സ്പേസിലാണ് നമ്മൾ ഈ റിപ്സ് വെക്കാറുള്ളത്. ഈ റിപ്സ് ഗേർഡ്സിൽ സപ്പോർട്ട് ചെയ്യപ്പെടും. ഗേർഡ്സ് എവിടെ ഉണ്ടാവും, കോളത്തിലാണ് സപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അതിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ടൈപ്പ് ഓഫ് വൺ വേ സ്ലാബ് സിസ്റ്റം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മുടെ വൺ വേ സ്ലാബിൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. മെയിൻ ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ സ്പേസിങ് അത് എത്ര അകലത്തിൽ വെക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് ചോദിക്കുക ഈ ക്ലോഷിൽ. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 3D, ഒന്നുകിൽ 3D ഓർ 450 mm, അതിലേതാണോ സ്മോള് അതായിരിക്കും നമ്മളെപ്പോഴും സ്പേസിംഗ് ആയിട്ട് ഉപയോഗിക്കുക. 3D എന്ന് പറഞ്ഞാൽ എന്താ, റെയിൻഫോഴ്സ്മെൻറ്റ്. നമ്മളിപ്പോൾ അവിടെ റെയിൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, അവിടെ ബാറാണല്ലോ ഉപയോഗിക്കുക. ആ ബാറിൻ്റെ ഡയമീറ്ററാണ് ഇവിടെ D എന്ന് പറയുന്നത്. ഇപ്പോൾ ബാറിനൊരു 20 സെൻറ്റിമീറ്ററാണ് വിചാരിക്കുക ഡയമീറ്റർ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 200 മില്ലിമീറ്റർ അല്ലേ. അപ്പോൾ 3 × 200 600 ആയിരിക്കും. 600 ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. 600 ആയിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പോൾ 600 ആണോ 450 ആണോ ചെറിയ വാല്യൂ, 450 അല്ലേ. അപ്പോൾ അവിടെ സ്പേസിങ് നമ്മൾ 450 കൊടുക്കണം.
ഓക്കെ, അപ്പോൾ സ്പേസിങ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ ബാർ ചിലപ്പോൾ ബെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബെൻഡ് ചെയ്യുകയാണെങ്കിൽ എത്ര സപ്പോർട്ടിൽ നിന്നും L/7 ഓർ L/5 ഡിസ്റ്റൻസ് അകലെ ആയിട്ടായിരിക്കണം നമ്മൾ ബെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മാക്സിമം ഡയമീറ്റർ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ മാക്സിമം ഡയമീറ്റർ എത്രയായിരിക്കണം? അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും 1/8 ഓഫ് സ്ലാബിൻ്റെ തിക്നെസ് അതിൽ കൂടുതലാവാൻ പാടില്ല. നമ്മൾ 1 വേ സ്ലാബിൽ ഉപയോഗിക്കുന്ന ബാറിൻ്റെ ഡയമീറ്റർ 1/8 ഓഫ് സ്ലാബിൻ്റെ തിക്നെസ് അതിലും കൂടുതലാവാൻ പാടില്ല. അത് ഓർത്ത് വയ്ക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്ലാബിൻ്റെ ഡെപ്ത്, മിനിമം സ്ലാബിൻ്റെ ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ span/30 ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണ ഇക്വേഷൻ. ഇനിയിപ്പം ഒരു സ്പാനാണ്, അതിൽ ഒരു 500 kg/m² ലോഡാണ് ഉള്ളതെങ്കിൽ അവിടെ എഫക്റ്റീവ് ഡെപ്ത് 4 cm ആയിരിക്കും. ഇനിയിപ്പോൾ 1000 kg/m² ലോഡാണ് ഒരു സ്പാനിൽ ഉള്ളതെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് 6 cm ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി എപ്പോഴും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടേബിൾ വരയ്ക്കണം നിങ്ങൾ. അപ്പോൾ അത് ടൈപ്പ് ഓഫ് സ്ലാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം എഫക്റ്റീവ് സ്പാൻ/ഡെപ്ത് റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ, 1 വേ സ്ലാബിൻ്റെ കേസിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണ് എങ്കിൽ 30 സ്പാൻ/ഡെപ്ത് റേഷ്യോ. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ 35, ഇനി കാൻറ്റിലീവിയർ ആണെങ്കിൽ 12. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലാണ് കേട്ടോ, അതായത് നമ്മൾ ട്രാൻസ്വേഴ്സ് ബാർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, അപ്പം ഇതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 5D or 450, 5D or 450, 5D or 450 ആയിരിക്കും. അതിലേതാണോ ചെറിയ വാല്യൂ അതാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് സ്റ്റീലായിട്ട് അതിൻ്റെ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ. ഇനി മിനിമം റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പം മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് രണ്ട് ദിശയിലും മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഒരിക്കലും 0.15% to 0.12% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ, അതിനേക്കാൾ കൂടുതലാവാൻ പാടില്ല മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പ്ലെയിൻ ബാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 0.15%, ഡിഫോംഡ് ബാറാണെങ്കിൽ 0.12% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ അതിൽ കൂടുതലാവാൻ പാടില്ല. ഓക്കെ, ഇനി റെയിൻഫോഴ്സ്മെൻറ്റ് സ്ലാബിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അതായത് 1 വേ സ്ലാബിൽ എങ്ങനെയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ ബാറുകൾ, ഈ കറുത്ത ഡോട്ട് കാണിക്കുന്ന മെയിൻ ബാറുകളാണ് കേട്ടോ. സോറി, ഈ ലൈന് കാണിക്കുന്നില്ലേ, അതാണ് മെയിൻ ബാറുകൾ കണ്ടോ. അങ്ങനെ ബെൻഡ് ചെയ്തൊക്കെ മെയിൻ ബാറാണ്. ഈ ഡോട്ട് കാണിക്കില്ലേ, കറുത്ത ഡോട്ട്, അതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോർട്ടിൽ നിന്നും L/7 ഡിസ്റ്റൻസ് അകലെയായിട്ടായിരിക്കണം ബാർ നമ്മളെപ്പോഴും ബെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.